പശ്ചിമ ബംഗാളിലെ ഈസ്റ്റ് മിഡ്നാപൂരിൽ NIA സംഘത്തിന് നേരെ ആക്രമണം. 2022-ൽ TMC നേതാവിൻ്റെ വീട്ടിൽ നടന്ന സ്ഫോടനത്തെക്കുറിച്ച് അന്വേഷിക്കാനെത്തിയ NIA ഉദ്യോഗസ്ഥർക്ക് നേരെയാണ് ആക്രമണമുണ്ടായത്. സ്ഫോടനക്കേസിൽ അറസ്റ്റ് ചെയ്ത രണ്ടുപേരുമായി കൊൽക്കത്തയിലേക്ക് മടങ്ങും വഴിയായിരുന്നു ആക്രമണം. നോബൽ മാരിക്കാരൻ വിശദാംശങ്ങളുമായി. എന്താണ് സംഭവിച്ചത് നോബൽ? NIA സംഘം ഇന്നിപ്പോൾ ഒരു അറസ്റ്റുമായി ബന്ധപ്പെട്ട് അതിനുശേഷം കൽക്കത്തയിലേക്ക് മടങ്ങുമ്പോഴാണ് ഈ ആക്രമണം ഉണ്ടായത്. പൂർവ മോദിനിപൂരിലെ ഭൂപതി നഗറിൽ നിന്നാണ് രണ്ടു പേരെ അറസ്റ്റ് ചെയ്തത്. അതായത് 2022-ൽ TMC നേതാവ്, തൃണമൂൽ കോൺഗ്രസ് നേതാവിന്റെ വസതിയിൽ ഒരു സ്ഫോടനം ഉണ്ടായിരുന്നു. ഈ സ്ഫോടനത്തിൽ 3 പേർ മരിക്കുകയും അതുമായി ബന്ധപ്പെട്ട് വലിയ നാശനഷ്ടം ഉണ്ടാവുകയും ചെയ്തു. ഈ കേസ് NIA ആണ് അന്വേഷിക്കുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് തൃണമൂൽ കോൺഗ്രസിന്റെ പല നേതാക്കളെയും ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചെങ്കിലും അവരൊന്നും ചോദ്യം ചെയ്യൽ ഉൾപ്പെടെ ഹാജരാകുകയും ചെയ്തിട്ടില്ല. ഇതിന് പിന്നാലെയാണ് NIA സംഘം ഇന്നലെ 2 പേരെ അവിടെ നിന്ന് അറസ്റ്റ് ചെയ്ത് ഇന്ന് പുലർച്ചെ കൊൽക്കത്തയിലേക്ക് മടങ്ങാൻ ശ്രമിച്ചത്. ഇങ്ങനെ മടങ്ങാൻ ശ്രമിച്ചപ്പോൾ 5:30-ന് ഒരു കൂട്ടം ആളുകൾ വാഹനം തടയുകയും വാഹനത്തിന് നിരന്തരം കല്ലുകൾ എറിയുകയുമാണ് ചെയ്തത്. ഇഷ്ടികയാണ് എറിഞ്ഞത് എന്നാണ് നമുക്ക് വിവരം ഉള്ളത്. ഈ കല്ലേറിൽ ഒരു NIA ഉദ്യോഗസ്ഥന് പരിക്കേറ്റിട്ടുണ്ട്. അതേസമയം അവിടെ നിന്ന് NIA സംഘത്തിന് മടങ്ങാൻ ഏറെ പണിപ്പെടേണ്ടി വന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. കാരണം ജനം അത്ര രോക്ഷകൂരായി തന്നെ ഇവർക്ക് നേരെ തിരിയുകയായിരുന്നു. പ്രത്യേകിച്ച് TMC പ്രവർത്തകരാണ് ഇതിന് പിന്നിൽ എന്ന ചില സൂചനകൾ ഈ ഘട്ടത്തിൽ പുറത്തേക്ക് വരുന്നുണ്ട്. ഈ കേസുമായി അറസ്റ്റ് ചെയ്ത 2 പേർ TMC പ്രവർത്തകർ ആയിരുന്നു താനും. എന്താണെങ്കിലും പിന്നീട് കേന്ദ്രസേന ഉൾപ്പെടെ മേഖലയിലേക്ക് അയച്ച ശേഷമാണ് NIA സംഘം കൊൽക്കത്തയിലേക്ക് മടങ്ങിയത് എന്നാണ് ഇപ്പോൾ വിവരങ്ങൾ ഉള്ളത്. നേരത്തെ സന്ദേശ് കലിൽ വെച്ച് ED സംഘത്തെ സമാനമായ രീതിയിൽ തന്നെ ആൾക്കൂട്ടം ആക്രമിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. TMC നേതാവ് ഷാജാൻ ഷെയ്ഖുമായി ബന്ധപ്പെട്ട പരിശോധനയ്ക്ക് എത്തിയ ED സംഘത്തെയാണ് അന്ന് TMC പ്രവർത്തകർ ആക്രമിച്ചത്. എന്താണെങ്കിലും NIA സംഘത്തെ കൂടി പശ്ചിമ ബംഗാളിൽ ആക്രമിക്കുന്നു എന്നാണ് പ്രധാനപ്പെട്ട കാര്യം. കേന്ദ്ര ഏജൻസികൾ നിരന്തരം അന്വേഷണം നടത്തുന്ന പശ്ചിമ ബംഗാളിൽ ഏജൻസികൾക്ക് എതിരെ ഇത്തരത്തിൽ ആക്രമണം ഉണ്ടാകുന്നതിൽ നേരത്തെ ഗവർണർ CV ആനന്ദബോസ് അടക്കം അപലപിക്കുകയും സർക്കാരിനോട് കർശന നിലപാട് സ്വീകരിക്കാൻ വ്യക്തമാക്കുകയും ചെയ്ത സാഹചര്യം ഉണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ എന്താണെങ്കിലും NIA സംഘത്തിനും ഇത്തരത്തിൽ ഒരു ആക്രമണം ഉണ്ടായത്. കൂടുതൽ തൃണമൂൽ കോൺഗ്രസ് നേതാക്കളോട് ഇന്നിപ്പോൾ ചോദ്യം ചെയ്യലിൽ ഹാജരാകാനുള്ള നിർദ്ദേശവും ഇതേ കേസിൽ NIA നൽകിയിട്ടുണ്ട് എന്ന വിവരമാണ് പുറത്തേക്ക് വരുന്നത്. നികേഷ്.